السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله على محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله مولانا الكريم. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സാധാരണ എല്ലാ ജുമുഅ ഖുത്ബകളിലും കേട്ട് നമ്മൾ തഴമ്പിച്ച ഒരായത്താണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. പിന്നെ അടുത്ത ഒരായത്തിന്റെ കഷ്ണമാണ് പറയുന്നത് വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. സൂറത്തുൻ നഹലിലെ 90-ാമത്തെ ആയത്ത് വളരെ അർത്ഥവത്തായ ആശയ വിശാലതയുള്ള വചനമാണ് എന്ന് ഉള്ളതുകൊണ്ടാണ് എല്ലാ ഖുത്ബയിലും ഖത്തീബന്മാർ ഈ ആയത്ത് ആവർത്തിച്ച് കേൾപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഈ വചനത്തിൽ, ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് അല്ലാഹു കൽപ്പിക്കുന്നത്, നിർദ്ദേശിക്കുന്നത്. ആയത്തിൽ തന്നെ 3 കാര്യങ്ങൾ അല്ലാഹു തടയുന്നു, നിരോധിക്കുന്നു, നിഷേധിക്കുന്നു. അല്ലാഹു കൽപ്പിക്കുന്ന 3 കാര്യങ്ങൾ: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി പുലർത്താൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി, സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകൾ പലപ്പോഴും കുടുംബത്തിൽ നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മക്കളോട്, മരുമക്കളോട്, തന്റെ പേരമക്കളോട് പുലർത്തേണ്ട നീതിയിൽ വൻ പരാജയം ഉള്ള ആളുകളാണ് സമൂഹത്തിൽ പലപ്പോഴും നീതിക്ക് വേണ്ടി ശബ്ദിക്കുകയും നീതിക്ക് വേണ്ടി പ്രതിഷേധ യാത്രകളും റാലികളും സമ്മേളനങ്ങളും നടത്തുന്നത്. നമ്മുടെ നീതി, അതിൻ്റെ വെളിച്ചം കത്തിക്കേണ്ടത്, നീതിയുടെ പ്രകാശം നാം പരത്തേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കണം. കുടുംബത്തിൽ പലപ്പോഴും മക്കളെ വേർതിരിച്ച് കാണുന്ന പല മാതാപിതാക്കളും നമുക്കിടയിലുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ബുദ്ധിയുടെ പേരിൽ, സാമ്പത്തിക നേട്ടത്തിന്റെ പേരിൽ, കഴിവിന്റെ പേരിൽ ചില മാതാപിതാക്കൾ മറ്റ് മക്കളെ ഒരു ചില മാതാപിതാക്കളിൽ മക്കളിൽ ചിലരെ സ്നേഹിക്കുകയും
അവരുടെ അടുപ്പം കാണിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാത്ത മക്കളെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും കുത്തുവാക്ക് പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായി പല കുടുംബങ്ങളിലും ഉണ്ട്. കുറച്ച് സൗന്ദര്യവും സമ്പത്തുമായി കയറി വന്ന മരുമകളെ കൂടുതൽ പൊക്കപ്പുറത്തിരുത്തുകയും അവൾക്ക് കൂടുതൽ സ്നേഹം വാരിക്കോരി കൊടുക്കുകയും അത്ര കണ്ട് സൗന്ദര്യവും സമ്പത്തുമില്ലാതെ വന്നു കയറിയ മരുമകളെ അവഗണിക്കുകയും പരിഹസിക്കുകയും കുത്തുവാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുന്ന പല മാതാപിതാക്കളും നമുക്കിടയിലുണ്ട്. സ്വത്ത് വീതം വെക്കുമ്പോൾ പോലും, മാതാപിതാക്കളുടെ സ്വത്ത് വീതം വെക്കുമ്പോൾ പോലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. പെൺമക്കളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ആൺമക്കളെ മാറ്റി നിർത്തുന്നു ചിലർ ആൺമക്കൾക്ക് വലിയ സ്ഥാനം നൽകുമ്പോൾ പെൺമക്കൾ അവഗണിക്കുന്നു. ചിലര് വെളുപ്പിന് കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോൾ അത്ര നിറമില്ലാത്ത മക്കളെ അവഗണിക്കുന്നു. സമ്പത്തുള്ള മക്കളെ കൂടുതൽ പരിഗണിക്കുമ്പോൾ അത്ര കണ്ട് സമ്പത്തില്ലാത്ത മക്കളെ അവഹേളിക്കുന്നു ചില കുടുംബങ്ങളിൽ. അതുകൊണ്ടാണ് ജുമയ്ക്ക് ആവർത്തിച്ച് പടച്ച തമ്പുരാൻ പറയുന്നത്, ഈ പറയുന്ന ആയത്ത് കേൾപ്പിക്കുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. കുടുംബത്തിൽ നിന്നും നീതിയുടെ വെളിച്ചമുണ്ടാവണം. ജീവിതത്തിൽ നീതിയുടെ പ്രകാശം പരത്തണം. എൻ്റെ വാപ്പ, എൻ്റെ പിതാവ് ഞങ്ങളെ മക്കളെ വേർതിരിച്ച് കാണിച്ചിട്ടില്ല എന്ന് മക്കളാണ് അഡ്രസ് ചെയ്യേണ്ടത്. മാതാപിതാക്കളല്ല സ്വയം പറയേണ്ടത്. മക്കൾ അഡ്രസ് ചെയ്യണം, എൻ്റെ വാപ്പ ഞങ്ങളെ വേർതിരിച്ച് കാണിച്ചിട്ടില്ല. മരുമക്കളാണ് അഡ്രസ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വാപ്പ ഞങ്ങളെ വേർതിരിച്ച് കാണിച്ചിട്ടില്ല എന്ന് മരുമക്കളാണ് അത് എടുത്ത് പറയുകയും അഡ്രസ് ചെയ്യുകയും ചെയ്യേണ്ടത്. ആ രീതിയിൽ കുടുംബത്തിൽ നീതി പുലർത്തി കാണിക്കണം. എന്നിട്ട് വേണം സമൂഹത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കാൻ. രണ്ടാമത് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് വൽ ഇഹ്സാൻ, ഗുണം ചെയ്യണം, ഉപകാരം ചെയ്യണം. ഇഹ്സാൻ ഒരുപാട് വ്യാപകമായ ആത്മീയവും ഭൗതികമായ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. ഇഹ്സാൻ ആത്മീയതയുടെ ഒരു ലോകത്തേക്ക് ഇഹ്സാനെ കൊണ്ടുപോകുന്നുണ്ട്. തസവ്വുഫിന്റെ തരീഖത്തിന്റെ മാർഗങ്ങളിലേക്ക് ഇഹ്സാനിനെ അർത്ഥം വെക്കുന്നവരുണ്ട്. സൂഫിസത്തിന്റെയും തരീഖത്തിന്റെയും വ്യാപകമായ അർത്ഥതലങ്ങളിലേക്ക് ഇഹ്സാനെ ഉലമാക്കൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇഹ്സാൻ അതിന് ഭൗതികമായ അർത്ഥങ്ങളും ആത്മീയമായ അർത്ഥങ്ങളും ഉണ്ട്. ഗുണം ചെയ്യുക, ഉപകാരം ചെയ്യുക, എല്ലാവർക്കും താനൊരു അത്താണിയായി മാറുക എന്ന് പൊതുവേ ഒരർത്ഥം വെച്ച് നമുക്കത് അവിടെ അവസാനിപ്പിക്കാം. ഇഹ്സാനിനെ കുറിച്ച് തന്നെ ഒരു ജുമാ പ്രഭാഷണം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നീതിയെക്കുറിച്ച് തന്നെ ഒരു ജുമാ പ്രഭാഷണം മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ രണ്ട് വിഷയവും ഞാൻ തൽക്കാലം ഇത്രയും വെച്ചിട്ട്, പിന്നെ അള്ളാഹു ഈ ആയത്തിൽ കൽപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം വഇതാഇദിൽ ഖുർബാ, ബന്ധം ചേർക്കണം. നീ കൊടുക്കേണ്ടത് ബന്ധുക്കൾക്കായിരിക്കണം. തൻ്റെ സ്വന്തം ബന്ധങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്താൻ, ചേർത്ത് നിർത്താൻ നാം പരമാവധി ശ്രമിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തുകയും, ഒരു വേള അതിനുവേണ്ടി ഞാനൊന്ന് കൊച്ചാവാൻ ശ്രമിച്ചാലും, ഒന്ന് കുനിയേണ്ടി വന്നാലും, ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വന്നാലും, ബന്ധം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി, ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി അതിനും തയ്യാറാവണം. വഇതാഇദിൽ ഖുർബാ അള്ളാഹു ഈ ആയത്തിൽ കൽപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്. പിന്നെ അള്ളാഹു തടയുന്ന മൂന്ന് കാര്യങ്ങൾ, വയൻഹാനിൽ ഫഹ്ശാ, എല്ലാത്തരം ബാഹ്യവും ആന്തരികവുമായ അശ്ലീലതകളെ അള്ളാഹു തടയുകയാണ്. രാജ്യത്ത്, സമൂഹത്തിൽ, കുടുംബത്തിന്റെ അകത്തും പുറത്തും, ഉള്ളിലും പുറത്തും, അള്ളാഹു ഖുർആന്റെ വേറൊരു ആയത്തിൽ പറയുന്നുണ്ട്,
ബാഹ്യവും ആന്തരികവുമായ എല്ലാത്തരം അശ്ലീലതകളെയും, വാക്കുകൊണ്ടുള്ള അശ്ലീലത, തൻ്റെ വായിൽ നിന്നും അശ്ലീലമായൊരു വാക്കുപോലും പുറത്തു വരരുത്, തൻ്റെ പ്രവർത്തനങ്ങളിൽ അശ്ലീലത വരരുത്, അതെല്ലാം പടച്ചവൻ തടയുകയാണ്. വയൻഹാനിൽ ഫഹ്ശാ വൽ മുൻകർ, വെറുക്കപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും, വെറുക്കപ്പെട്ട എല്ലാ വാചകങ്ങളെയും അള്ളാഹു നിരോധിക്കുകയാണ്. വൽ ബഗി, എല്ലാത്തരം അതിക്രമങ്ങളെയും. അപ്പൊ 3 കാര്യങ്ങൾ പടച്ചവൻ നിർദ്ദേശിക്കുന്നു, 3 കാര്യങ്ങൾ അള്ളാഹു തടയുന്നു. ഈ ആയത്താണ് എല്ലാ ജുമുഅ ഖുത്ബകളിലും മെമ്പറുകളിൽ നിന്നോ എല്ലാ ജുമുഅ പള്ളികളിൽ നിന്നും നാം കേൾക്കുന്നത്. നമുക്കിവിടെ എടുത്തു പറയേണ്ട വിഷയം അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വഈതാഇൽ ഖുർബ, ബന്ധം ചേർക്കുക എന്നുള്ളത്. ബന്ധത്തിന് അറബിയിൽ പറയുന്ന വാചകം ഏതാണ്? റഹ്മ്. വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇന്നത്തെ സമയത്ത് തീർന്നാൽ അൽഹംദുലില്ലാഹ്, തീർന്നില്ലെങ്കിൽ അടുത്ത ജുമുഅയ്ക്ക് തുടരാം. അത്രയേറെ വേദനയോടെ ഇരിക്കുന്നവരാണ് ഈ പലരും. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. പിണക്കത്തിലായി കഴിഞ്ഞുകൂടിയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അകന്നുപോയ കുടുംബങ്ങളുണ്ട്. ഒന്ന് കേറിപ്പോയിട്ട് വർഷങ്ങളായി, ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് വർഷങ്ങളായി, ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കാലങ്ങളായി, ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചിട്ടോ ആ കാലം മറന്നുപോയി. ഏറെ വേദനകൾ അനുഭവിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. നമ്മളിൽ പലരും ബന്ധത്തിന് അള്ളാഹു നൽകിയ പവിത്രത, അത് അള്ളാഹുമായി ബന്ധപ്പെട്ട പവിത്രതയാണ്. റഹ്മ്, റാ, ഹാ, മീം, ഈ 3 അക്ഷരങ്ങൾ ചേർന്നാണ് റഹ്മ്. ഈ റഹ്മ എന്ന വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഗർഭം, റഹ്മിന് ഖുർആൻ ഗർഭം എന്ന അർത്ഥം പറയുന്നത്. രണ്ടാമത്തെ വാക്ക് കുടുംബം, മൂന്നാമത്തെ അർത്ഥം കാരുണ്യവാനായ അല്ലാഹ്. അപ്പൊ ഗർഭസ്ഥ ശിശുവിന്റെ അതിന്റെ അനക്കങ്ങളും അടക്കങ്ങളും വളർച്ചകളും എല്ലാം റഹ്മാനായ അള്ളാഹുമായി കണക്ട് ചെയ്തതാണ്. അപ്പൊ അള്ളാഹുമായി കണക്ട് ചെയ്ത ഗർഭം, അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കുടുംബം. അപ്പൊ അള്ളാഹ്, കുടുംബം, ഗർഭം, ഇത് 3 ഒരൊറ്റ വാക്കിലാണെങ്കിൽ ഇത് 3 തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അള്ളാഹു ഈ വിഷയത്തെ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. നോക്ക്, നമ്മുടെ ഒക്കെ വയറ്റിൽ ഒരു പുക്കിളുണ്ട്. അതൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല, അതൊരിക്കലും തേച്ച് മായ്ച്ചു കളയാനേ സാധ്യമല്ല. ഈ പുക്കള് അത് വലിയൊരു കുടുംബ ബന്ധത്തെ അറിയിക്കുന്ന ഒരു സീലാണ്, ഒരടയാളമാണ്. ഈ പുക്കൾ കൂടി വഴിയാണ് പടച്ച തമ്പുരാൻ നമുക്ക് ആദ്യത്തെ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് എത്തിച്ചത്, ആദ്യത്തെ വിശപ്പടക്കിയത്. നമ്മുടെ ബന്ധങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്, നമ്മുടെ പുക്കളും പുക്കൾ കൊടിയൊക്കെ. ഈ റഹ്മ എന്നുള്ള വാക്കിങ്ങനെ 3 തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ, കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവൻ, അകത്തിക്കളഞ്ഞവൻ, പിണങ്ങി നിൽക്കുന്നവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെയാണ് മുറിച്ചു കളയുന്നത്. ആ പൊക്കിൾ കൊടി ബന്ധത്തെ, ഗർഭബന്ധത്തെയാണ് മുറിച്ചു കളയുന്നത് എന്ന് ഈ വാചകം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിക്കാഹിന്റെ ഖുതുബയിൽ കേൾക്കുന്ന ആയത്തല്ലേ, അള്ളാഹുവിനെ സൂക്ഷിച്ചോ. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹ്, തസാഅലുന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധത്തെ കുറിച്ച് നിങ്ങളോട് ശരിക്കും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ വാപ്പയായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നിന്റെ അത്തായും നിന്റെ അമ്മായുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നിന്റെ അളിയനും നിന്റെ പെങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നിന്റെ ജ്യേഷ്ഠനും അനുജനും പെങ്ങന്മാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? നിന്റെ മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുന്ന പടച്ചവനെ സൂക്ഷിച്ചോ എന്നാണ് നിക്കാഹിന്റെ ഖുതുബയിൽ കേൾക്കുന്ന ഈ ആയത്തിന്റെ അർത്ഥം. നിക്കാഹിന്റെ ഖുതുബയിൽ എങ്ങനെ എത്ര ആയത്ത് കേൾക്കുന്നു? പള്ളിയുടെ മെമ്പറിൽ എത്ര ആയത്ത് കേൾക്കുന്നു? ഇതിന്റെ അർത്ഥം പഠിക്കാൻ ആർക്കാ നേരമുള്ളത്? പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബം എന്ന ആ മലയാള വാക്കുണ്ടല്ലോ, കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ജ്യേഷ്ഠനും അനുജനും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അത്തായും അമ്മായും ഒക്കെ
ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇമ്പമാണ്. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. എന്നാൽ ഇന്നോ കൂടുമ്പോൾ ഭൂകമ്പമാണ്. ഒരു 10 മിനിറ്റ് ഇരുന്ന് വർത്തമാനം പറഞ്ഞാലോ ഭൂകമ്പത്തിന്റെ അവസ്ഥയാണ്. അതാണ് ഇന്ന് കുടുംബത്തിന്റെ അവസ്ഥയും സാഹചര്യം. നമ്മൾ ദാമ്പത്യം എന്ന് പറയല്ലോ, ദാമ്പത്യം എന്നുള്ളത് മലയാള ഭാഷയല്ല, അത് കടമെടുക്കപ്പെട്ട ഒരു വാചകമാണ്. ദാ എന്ന ഒരു വാക്കും പത്യം എന്ന വാക്കും അത് കൂട്ടിച്ചേർത്തപ്പോഴാണ് ദാമ്പത്യം ഉണ്ടായത്. സംസ്കൃത ഭാഷയിൽ ദാ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക എന്നാണ്. സംസ്കൃത ഭാഷയിൽ പത്യം എന്ന് പറഞ്ഞാലോ പരസ്പരം സഹിക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും കഴിയുന്ന പത്യം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. സംസ്കൃത ഭാഷയിൽ ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് ദാമ്പത്യം ഉണ്ടായത്. എല്ലാം ദാനം ചെയ്യുക, എല്ലാം പരസ്പരം സഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുക, അതാണ് ദാമ്പത്യം. നോക്കുക നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് യൂസുഫ് അല്ലേ? യൂസുഫ് അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതാരാണ്? 11 സഹോദരങ്ങളാണ്, ജ്യേഷ്ഠ സഹോദരങ്ങൾ. തങ്ങളുടെ ഇളയ സഹോദരനായ യൂസുഫിനെ വാപ്പ ഇത്തിരി കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് തെറ്റിദ്ധാരണ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ ആ തെറ്റിദ്ധാരണയുടെ അനന്തര ഫലമായി ഈ കുഞ്ഞിനങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്ന് ജ്യേഷ്ഠന്മാർ തീരുമാനിച്ചു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു ഉത്സാരമാണ് സൂറത്ത് യൂസുഫ്. അത് ശരിക്കും പഠിക്കണം നമ്മൾ. വാപ്പയെ നമ്മുടെ ഇളയ സഹോദരനെ ഇത്തിരി കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ മൂത്ത 11 പേരും കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. ആ കഥ വിശാലമായി മറ്റൊരിക്കൽ പറയേണ്ടതായിട്ടുണ്ട്. ആ കുഞ്ഞിനെ പടച്ചതമ്പുരാൻ പൊട്ടക്കിണറ്റിൽ രക്ഷപ്പെടുത്തി. കച്ചവടക്കാർ കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റു. ഈജിപ്തിലെ കൊട്ടാരത്തിലെ ഒരു മന്ത്രി ആ കുഞ്ഞിന്റെ ആ മുഖഭാവം കണ്ട് വാങ്ങിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ വളർത്തി. ആ കുഞ്ഞ് കൗമാരപ്രായത്തിലെത്തി, യുവാവായി. അവസാനം ആ രാജ്യത്തിന്റെ ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തെത്തി. പൊട്ടക്കിണറ്റിൽ നിന്നും ഈജിപ്തിലെ ഭരണസിരാ കേന്ദ്രത്തിലെത്തി മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. കഥയുടെ തുടക്കം അതാണ്. അവസാനം ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ഈ 11 പേരുമുണ്ടല്ലോ, ഈജിപ്തിലെ കൊട്ടാരത്തിൽ റേഷൻ വാങ്ങാൻ വേണ്ടി എത്തിപ്പെട്ടത് മഹാനായ യൂസുഫിന്റെ മുമ്പിലാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഇരിക്കുന്ന സുന്ദര കോമളനായ യുവാവ് തന്റെ ഇളയ സഹോദരനാണ് തിരിച്ചറിഞ്ഞില്ലവർ. യൂസുഫ് അലൈഹിസ്സലാം അവസാന ഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. 11 പേരും പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, താങ്കൾ ആരാണ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാം ഒരു സൂചന കൊടുത്തു, നിങ്ങളൊക്കെ കൂടിയേ എന്നെ കൊണ്ട് പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ച ആ യൂസുഫാണ് ഞാൻ എന്ന ഈജിപ്തിലെ കൊട്ടാരത്തിന്റെ രാജാവിന്റെ കസേരയിലിരുന്ന് പറഞ്ഞപ്പോൾ ഭയന്ന് പേടിച്ചരണ്ട് അവരുടെ നാവ് ഇറങ്ങിപ്പോയതുപോലെ അവർ അമ്പരന്ന് ഒരു നിമിഷം അവർക്ക് മിണ്ടാൻ കഴിയാതെ അവിടെ നിന്നുപോയി. ചിന്തിക്കും, ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിന് എന്ത് തീരുമാനമെടുക്കാമായിരുന്നു? ഈ 11 പേരെയും അഴിക്കുള്ളിലിടാമായിരുന്നു, കേസെടുക്കാമായിരുന്നു, കാലാകാലം ജീവപര്യന്തം ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ വേണ്ട, ഒരു വാപ്പാടെ രക്തബന്ധുക്കളാണ്, ഒരു വാപ്പാടെ മക്കളാണ്. ഈ കുടുംബ ബന്ധം അറ്റു പോവരുത്, മുറിഞ്ഞു പോവരുത്. ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നു, പൊരുത്തപ്പെട്ടു തന്നു. 22 കൊല്ലം യൂസുഫ് എവിടെയാണെന്ന് പോലും അറിയാതെ ഇവർക്കും അറിയില്ലായിരുന്നു, വാപ്പയ്ക്കും അറിയില്ലായിരുന്നു. 22 കൊല്ലത്തിന് ശേഷം ഇളയ സഹോദരനെ കണ്ടുമുട്ടി. ആ ഇളയ സഹോദരൻ എല്ലാ അധികാരവും കയ്യിലിരിക്കുമ്പോ, അധികാരത്തിന്റെ എല്ലാം കയ്യിലിരിക്കുമ്പോ ഇവർക്കെതിരെ എന്ത് നടപടിയും എടുക്കാമായിരുന്നു. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ 11 പേർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു. ആ ബന്ധം പിന്നെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയത് സൂറത്ത് യൂസുഫ് മുഴുവനും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും.
ഞാൻ എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്? ഈ ഇരിക്കുന്ന ഖുർആനിൽ പറയുന്ന ഈ കഥയുണ്ടല്ലോ, കൊച്ചു കൊച്ചു കാരണത്തിന്റെ പേരിൽ, പൈസയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ പെങ്ങളുമായി പിണങ്ങിയിരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. സഹോദരന്മാരുമായി അകന്നിരിക്കുന്നവരിവിടെ ഉണ്ട്. അത്താഴ നേരെ തെറി പറയുന്നവരും കൈയും കാലും പൊക്കുന്നവര് നമ്മുടെ കൂട്ടത്തിൽ പലരുമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ. കല്യാണത്തിന് വിളിച്ചില്ല, തലേന്ന് വിളിച്ചില്ല, തലേന്നിന്റെ തലേന്ന് വിളിച്ചില്ല, നേരത്തെ കല്യാണത്തിന് വന്നില്ല, കാർഡ് കൊണ്ടുപോയി ഇട്ടിട്ട് പോയി, ഫോൺ വിളിച്ചാ പറഞ്ഞത്. ഇങ്ങനെ നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ, പൈസയുടെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, കച്ചവടത്തിന്റെ പേരിൽ, അങ്ങനെ പല പല നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിഞ്ഞ് മിണ്ടാട്ടമില്ലാതെ അവസാനം ഒരു വസിയത്തും ചെയ്യും. എന്താ വസിയത്ത്? ഞാൻ മരിക്കുമ്പോൾ എന്റെ മയ്യത്ത് കാണാൻ വന്നേക്കരുത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വസിയത്ത്. വേറെ വസിയത്ത് ആർക്കും അറിയില്ല. മരിക്കുമ്പോൾ മയ്യത്ത് കാണാൻ വന്നേക്കരുത്. ഈ വസിയത്ത് ആരാ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. മരിക്കുമ്പോൾ മയ്യത്ത് കാണാൻ വന്നേക്കരുത്. ഈ വസിയത്ത് തിരിച്ചെടുത്തോണം കേട്ടോ. അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും ഈ വസിയത്ത് എഴുതി പോയിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പോലെ ആവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കഥ ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വെച്ചത്. ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതേപോലെ എഴുന്നേറ്റ് നിന്ന് ദീനിന്റെ ഒരു ബയാൻ, ഒരു പ്രസംഗം, ഒരു നസീഹത്ത് നടത്താൻ വേണ്ടി നിൽക്കുക. ആരാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? 1,00,000-ലധികം സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് പഠിച്ച, ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത, റിപ്പോർട്ട് ചെയ്ത മഹാപണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഇങ്ങനെ ഹദീസും ഖുർആനും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ബയാൻ, ഒരു പ്രസംഗം നടത്താൻ വേണ്ടി നിൽക്കുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സദസ്സിന് ഒന്നടങ്കം ചോദിച്ചു. എല്ലാവരും സഹാബാക്കളെ, ജീവിതത്തിൽ ഒരു തെറ്റിനെ കുറിച്ച് പോലും ചിന്തിക്കാത്ത, എല്ലാവരുമായി മിണ്ടിയും പറഞ്ഞും ഇണങ്ങിയും സ്നേഹിച്ചും മാത്രം മുന്നോട്ട് പോകാൻ അറിയാവുന്ന സഹാബത്തിനോട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന പ്രഭാഷകൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കണ്ട, എഴുന്നേറ്റ് പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ ചോദ്യം പള്ളിയിലെ ഖത്തീബ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ചോദിച്ചാൽ ആദ്യം ഖത്തീബ് എഴുന്നേറ്റ് പോവും, പുറകെ റാലിയായി ഖത്തീബിന്റെ പുറകെ എല്ലാവരും പോവും. അവസാനം ബാക്കി ആരുണ്ടാവും? കുറച്ചാളുകളെ പള്ളിയിൽ ഉണ്ടാവുള്ളൂ, പിണക്കമില്ലാത്തവർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിണക്കമുള്ളവർ എഴുന്നേറ്റ് പോട്ടെ എന്ന് പറഞ്ഞു. സഹാബികൾ ആരും പോയില്ല. എന്തുകൊണ്ട്? നമ്മളെപ്പോലെ അവർക്കാർക്കും ആരോടും ഒരു പിണക്കമുണ്ടായിരുന്നില്ല. ഒന്ന് കമ്പയർ ചെയ്ത് ചിന്തിച്ചോ, ഒന്ന് താരതമ്യം ചെയ്ത് ചിന്തിച്ചോ. അവസാനം ഏറ്റവും പുറകിൽ വന്നിരുന്ന ഒരു സഹാബി പതുക്കെ കുനിഞ്ഞെഴുന്നേറ്റ് പോയി. ആരും കാണണ്ട, ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോയി. ഇതാര് കണ്ടു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടു. പ്രസംഗവും ബയാനും നസീഹത്തെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറയിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. രണ്ടാമത് പോയിട്ട് തിരിച്ചു വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലപ്പാ നീ മാത്രമാണല്ലേ എഴുന്നേറ്റ് പോയത്, എന്റെ ആരോടെങ്കിലും പിണക്കം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ പതുങ്ങിയ സ്വരത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, എനിക്ക് എൻ്റെ മാമിയോട് പിണക്കം ഉണ്ടായിരുന്നു, അത്താട പെങ്ങളോട്. കുറെ കൊല്ലമായി ഞങ്ങളൊന്ന് മിണ്ടിയിട്ടും ചിരിച്ചിട്ടൊക്കെ. ഞാൻ നിങ്ങളുടെ ഈ വർത്താനം കേട്ടപ്പോ എഴുന്നേറ്റ് ഓടി മാമിയുടെ വാതിലൊന്ന് മുട്ടി സലാം പറഞ്ഞപ്പോ മാമി വാതിൽ തുറന്ന് പുറത്ത് വന്നതേ ഉള്ളൂ. ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞ് ഞങ്ങളുടെ പിണക്കം അങ്ങ് തീർത്തു. പൊരുത്തവും ചോദിച്ചു. മാഷാ അല്ലാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. ആ ഒരൊറ്റ വാക്കുകൊണ്ട് മാമിയും മരുമകനും തമ്മിലുള്ള പിണക്കം തീർന്നല്ലോ. പക്ഷെ അദ്ദേഹം വിട്ടില്ല. അല്ല അബൂ ഹുറൈറ, മാമി ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. സദസ്സിൽ പിണക്കമുള്ളവർ എഴുന്നേറ്റ് പോട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചിട്ട് വന്നേക്കണം എന്ന് പറഞ്ഞു. അതിന്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസാണ് കേൾപ്പിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, പിണക്കമുള്ളവർ ആരെങ്കിലും ഒരു സദസ്സിൽ വന്നിരുന്നാൽ അവിടെ റഹ്മത്തുണ്ടാവുകയില്ല. ആകാശത്തു നിന്നും പടച്ചവന്റെ റഹ്മത്ത് ആ മജ്ലിസിൽ, ആ സദസ്സിൽ ഇറങ്ങുകയില്ല. അതുകൊണ്ട്
ആ മജ്ലിസിൽ ചെയ്യപ്പെടുന്ന ദുആയും സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഈ മജ്ലിസിലെ ദുആ സ്വീകരിക്കോ? ഏത് പള്ളിയിലെ ഏത് ജുമാഅയുടെ ദുആയാ സ്വീകരിക്കുന്നത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുർ മുസ്ലിമീൻ ഫലസ്തീനിയൻ. എത്ര കാലമായി ഈ ദുആ മെമ്പറിൽ ചെയ്യുന്നു? പക്ഷേ നമ്മുടെ ദുആ കബൂലാകുന്നുണ്ടോ? എന്തുകൊണ്ട് കബൂലാവുന്നില്ല? അത്താനോട് മിണ്ടിയിട്ട് 8 കൊല്ലമായി, സഹോദരന് മിണ്ടിയിട്ട് 18 കൊല്ലമായി, അളിയനോട് മിണ്ടിയിട്ട്, പെങ്ങളോട് മിണ്ടിയിട്ട് കാലം കുറെയായി. ഞങ്ങളുടെ നാട്ടിൽ ഒരു അത്താട മയ്യത്ത് കൊണ്ടുവന്ന് കബറിൽ ഇറക്കാൻ നേരം, കബറിൽ ആ മയ്യത്ത് ഇറക്കാൻ നേരം, മയ്യത്ത് ഇറക്കേണ്ടത് ആരാ? ആ മക്കളല്ലേ? മൂത്തവൻ ഇളവനോട് മിണ്ടുന്നില്ല, ഇളവൻ മൂത്തനോട് മിണ്ടുന്നില്ല. പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെയാണ് ഈ 2 പേർക്കും ജന്മം നൽകിയ സ്വന്തം പിതാവിന്റെ മയ്യത്ത് അവര് ഖബറിലേക്ക് ഇറക്കിയത്. പടച്ചോൻ കാക്കട്ടെ. ആമീൻ പറ. ആമീൻ ഇച്ചിരി കുറഞ്ഞു പോകുന്നുണ്ട്. ആമീൻ പറ. പടച്ചോൻ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ചെറിയൊരു കഥ പറയാം. 18 കൊല്ലമായി ഒരു ആങ്ങളെയും പെങ്ങളും മിണ്ടിയിട്ട്, 10-62 വയസ്സായ പ്രായമായ ഒരു ആങ്ങളെയും പെങ്ങളും മിണ്ടിയിട്ട് തന്നെ, ഒന്ന് മിണ്ടിയിട്ട് എത്ര കൊല്ലായി? 18 കൊല്ലമായി. ഈ സഹോദരന്, ഈ പിണക്കത്തിൽ കഴിയുന്ന 10-65 വയസ്സുള്ള ഈ സഹോദരന് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. നല്ലതുപോലെ ബ്ലോക്ക് ഉണ്ട്, ഹാർട്ട് ബ്ലോക്ക് ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പൈസ ഇല്ല. 3.5-4 ലക്ഷം രൂപ വരും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി, ICUയിൽ അഡ്മിറ്റാക്കി. എന്തായാലും ഓപ്പറേഷൻ ചെയ്തോളാൻ എന്ന് മകൻ പറഞ്ഞു. അങ്ങനെ ഈ മിണ്ടാട്ടമില്ലാത്ത ഈ പെങ്ങളുണ്ടല്ലോ, 62 വയസ്സുള്ള ഈ പെങ്ങൾ അറിഞ്ഞു തന്റെ സഹോദരന് ബൈപ്പാസ് വേണ്ടി വന്നിരിക്കുന്നു, പൈസ ഇല്ല എന്നറിഞ്ഞു. അപ്പോ സഹോദരന്റെ മകനെ വിളിച്ചു. ഹലോ മോനെ, എന്തേ? ആശുപത്രിയിലാണ് മാമി. ഓ, അറിഞ്ഞു. എന്ത് പറഞ്ഞു ഡോക്ടർ? ബൈപ്പാസ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. പൈസയോ? പൈസ ഒന്നുമില്ല, 4 ലക്ഷം രൂപ വേണം. 18 കൊല്ലമായി മിണ്ടാത്ത ഈ പെങ്ങളുണ്ടല്ലോ, ആ മകനോട് പറഞ്ഞു മോനെ പേടിക്കണ്ട, പൈസ ഞാൻ എത്തിച്ചോളാം പറഞ്ഞു. പടച്ചോൻ സാഹചര്യം ഇട്ടുകൊടുക്കുകയാണ്, പടച്ചോന് അവസരം ഇട്ടുകൊടുക്കുകയാണ്. ഈ അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പല അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയോ? തന്റെ വിൽക്കാനിട്ടിരുന്ന ഒരു 10 സെന്റ് സ്ഥലം എങ്ങനെയോ കച്ചവടമാക്കി അഡ്വാൻസ് വാങ്ങി. ഈ അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞ് നേരെ ഈ മകനെ വിളിച്ചു, മോനെ വീട് വരുന്നു, വരാം മാമി. അവനോടി പിടച്ചു വന്നു, ഒരു പൊതി അങ്ങോട്ട് എടുത്തു കൊടുത്തു. നിന്റെ അത്താടെ ബൈപ്പാസ് നടക്കട്ടെ, അഥവാ എന്റെ സഹോദരന്റെ. ഇവൻ ഇതും പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു, പൈസ അടച്ചു, ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിന് ICUയിലായി. ICUയിൽ നിന്നും റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത്ത ബോധമെല്ലാം തെളിഞ്ഞ് റാഹത്തായി, ഇത്തിരി വെള്ളം എല്ലാം ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മകനോട് പതുക്കെ ചോദിച്ചു, പൈസ എവിടുന്ന് കിട്ടിയെന്ന്. മകനൊന്നും മിണ്ടിയില്ല. ഈ മകൻ അത്താനോട് പറഞ്ഞില്ല, പേടിച്ചിട്ട് പറഞ്ഞില്ല. 18 കൊല്ലമായി മിണ്ടാതെ നടക്കുന്ന പെങ്ങളാണ് പൈസ അടച്ചെന്ന് പറഞ്ഞാലോ അപ്പൊ കട്ടിൽ ചാടി എഴുന്നേക്കും. അങ്ങനെയാണ് എന്റെ ഓപ്പറേഷൻ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കളയും. കെറിവ് കൂടിയിട്ട്. അത്ത ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഓ പറഞ്ഞ മോനെ. അത്ത പിണങ്ങോ? ഇല്ല മോനെ. പിണങ്ങൂലല്ലോ? ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. കട്ടായം? കട്ടായം. അത്താട പെങ്ങളാണ് പൈസ അടച്ചത്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുകയായി. മുഖം പൊത്തി കരഞ്ഞ് മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആ പെങ്ങളോട് ഇവിടം വരുന്നു വരാൻ പറയാമോ എന്ന്. ആ പെങ്ങൾക്ക് വിവരം അറിയിച്ചപ്പോ പെങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് ഓടി ആശുപത്രിയിൽ എത്തി, റൂമിൽ കയറി. 18 കൊല്ലമായി സ്വന്തം സഹോദരനെ കണ്ടിട്ട് 18 കൊല്ലത്തിന് ശേഷമാണ് കാണുന്നത്. കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ റൂമിൽ ഒരു വല്ലാത്ത വികാര നിർഭരമായ രംഗമായിരുന്നു. കണ്ണുനീരൊലിക്കിയായിരുന്നു രണ്ടുപേരുടെയും. പിണക്കം മാറി. അവസാനം കുടുംബത്തിൽ ഒരാൾ ചോദിച്ചു, ആ സഹോദരി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ തോന്നി? 18 കൊല്ലമായി ഗർവിച്ച് നടന്ന സഹോദരന്റെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ എടുക്കാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നി എന്ന് ചോദിച്ചപ്പോഴാണ് ആ സഹോദരി പറഞ്ഞ ഒരു സംഭവം. അതും കൂടി പറഞ്ഞ് നിർത്താം.
ബാക്കി അടുത്ത ജുമയ്ക്കാവട്ടെ. ആ സഹോദരി പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ 10-20 കൊല്ലമായി, 10-18 കൊല്ലമായി തലവേദനയാണ് എനിക്ക്, കലശലായ തലവേദന. തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ പെയിൻ കില്ലർ അല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. പെയിൻ കില്ലർ കഴിച്ചാൽ എൻ്റെ തലവേദന മാറുള്ളൂ. അവസാനം 18 കൊല്ലമായി ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഇംഗ്ലീഷ് കാണിച്ചു, അതേപോലെ അവസാനം അക്യുപഞ്ചറും ചെയ്തു, എല്ലാം ചെയ്തു, ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, ഒക്കെ കാണിച്ചു. എൻ്റെ തലവേദനയ്ക്ക് മാറ്റമില്ല. ശ്രദ്ധിച്ചു കേട്ടോ, എല്ലാവരും കേട്ടോ. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അസുഖവുമില്ല, നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചോളാൻ പറഞ്ഞു. ഈ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി വിശദമായി വിവരങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ആ ഡോക്ടർ ചോദിച്ച ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ ഓർത്തിട്ട് പറഞ്ഞു, 18 കൊല്ലമായി എൻ്റെ ബ്രദറിനോട് മിണ്ടിയിട്ട്, എന്നാൽ നിങ്ങളുടെ തലവേദനയുടെ കാരണം അതാന്ന് പറഞ്ഞു. എന്താ കാരണം? ഞാൻ ഈ സദസ്സിനോട്, എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങളുടെ മറുപടി മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആരെയാണ് ഓർക്കുന്നത്? ആരെയാ ഓർക്കുന്നത്? ഞാൻ ജുമയായതുകൊണ്ട് ആരോടും മറുപടി പറയിപ്പിക്കുന്നില്ല. ഒരു ദിവസം നമ്മൾ ആരെയാ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? ഒരു ദിവസം ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്? ആരെയാ? ഉമ്മാനെയാണോ, പപ്പാനെയാണോ, ഭാര്യയാണോ, മക്കളെയാണോ, ആരുമായിക്കോട്ടെ, അള്ളാനെയാണോ, റസൂലിനെയാണോ? ഒന്നുമല്ല. നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അതെ. അല്ല നിങ്ങൾ പറഞ്ഞാലും ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച എന്നോട് പിണക്കമുള്ള ആളെ കുറിച്ചാ. കണ്ണു തുറക്കുമ്പോഴേ അയാളെ കുറിച്ച്, കണ്ണടയ്ക്കുമ്പോഴേ അയാള് പിണക്കമല്ല. എന്തിനു പിണങ്ങുന്നു, എന്തിനു പിണങ്ങുന്നു, എന്തിനു പിണങ്ങുന്നു? ആണോ അല്ലയോ? ഈ ചിന്തയുണ്ടല്ലോ, ഈ ചിന്ത നമ്മുടെ ശരീരത്തെ ബാധിക്കും. അത് ടെൻഷനാവും, അത് പ്രഷറാവും, ഷുഗറാവും, അത് തലവേദനയായി, രോഗങ്ങളായി, അറ്റാക്കായി പുറത്തു വരും. ഇതൊരു സൈക്കോളജിയാണ്, ഇതൊരു മനഃശാസ്ത്രമാണ്. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യേ, ഒരു മരുന്നും കഴിക്കണ്ട, പിണക്കമുള്ള ആളുമായിട്ട് പോയി മിണ്ടിക്കോളാൻ പറഞ്ഞു. ആ പിണക്കം തീർത്തോളാൻ പറഞ്ഞു. ഞാൻ ഇതിനു വേണ്ടി, ഈ ഒരു പിണക്കം മാറാൻ വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ്, ഞാനും എൻ്റെ ഈ ബ്രദറുമായിട്ടുള്ള 18 കൊല്ലത്തെ പിണക്കം മാറാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോഴാണ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷൻ വിധേയനായിരിക്കുന്നതാണ്. ആ അവസരം കാത്തിരുന്നിട്ടാണ്, എൻ്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും എൻ്റെ സഹോദരന്മായിട്ടുള്ള പിണക്കം മാറ്റണം ഞാൻ തീരുമാനിച്ച് ഓപ്പറേഷൻ നടത്തിയത്. അൽഹംദുലില്ലാഹ് എൻ്റെ തലവേദന മാറി, അദ്ദേഹത്തിന്റെ ഓപ്പറേഷനും കഴിഞ്ഞു. തയ്യാറാണോ നമ്മൾ ഇന്ന് ജുമാ കഴിഞ്ഞ് ഒരു സലാം പറയാൻ, ഒന്ന് മിണ്ടാൻ, ഒന്ന് മിണ്ടിക്കൊണ്ട് വാട്സപ്പിലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ? ഈ ഇരിക്കുന്നവർ തയ്യാറാണോ? നമ്മുടെ രോഗങ്ങൾ തന്നെ മാറിക്കിട്ടും. അതിന് ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഈ സംഭവത്തോട് ചേർത്ത് പറയുകയാണ്. എന്താണ് ആ സംഭവം? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്, മൻ സറഹു, ആരെങ്കിലും കൊതിക്കുന്നോ? കൊതിയില്ലാത്ത ആരാ ഉള്ളത്? ഏതിനെ കുറിച്ചുള്ള കൊതി? ആയുസ് കൂടുതൽ കിട്ടാൻ, ഒരു 10-85-90 കൊല്ലം വരെ ആരോഗ്യത്തോടെ, ഒരു തലവേദന പോലും ഇല്ലാതെ, പ്രഷർ ഇല്ലാതെ, ഷുഗർ ഇല്ലാതെ, രോഗങ്ങളില്ലാതെ ഒരു 10-90 കൊല്ലം വരെ ജീവിക്കാൻ ആരെങ്കിലും കൊതിക്കുന്നോ? അള്ളാന്റെ റസൂൽ കൊതിക്കുന്നില്ലേ? ഒരു തലവേദന പോലും ഇല്ലാത്ത ജീവിതം. അങ്ങനെ കൊതിക്കുന്നോ? അവന് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവാൻ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, കൊടുക്കൽ വാങ്ങലിൽ അഭിവൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാവാൻ ആരെങ്കിലും കൊതിക്കുന്നോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വീണ്ടും, മോശമായ മരണത്തെ തൊട്ടും രക്ഷപ്പെടണോ? ഭീകരമായ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? പടച്ചോനെ പേടിച്ച് ജീവിച്ചോ. നേരത്തെ ജുമായിക്കൊക്കെ വന്നോ? അള്ളാനെ പേടിച്ച് നിസ്കരിച്ച് പലിശയിൽ നിന്നൊക്കെ മാറി, ഹറാമുകളിൽ നിന്നൊക്കെ മാറി അള്ളാനെ പേടിച്ച് ജീവിച്ചോ. കുടുംബ ബന്ധം ചേർത്തോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസും ഈ ആങ്ങളെയും പെങ്ങളുടെയും ഈ സംഭവം ചേർത്ത് വായിക്കി,
തലവേദന പോലുമില്ലാതെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണോ, പിണക്കമുള്ളവരോട് മിണ്ടട്ടെ. അതാണ് ആ ഡോക്ടറും പറഞ്ഞത്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രഷറും ഷുഗറും, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും ഒക്കെ നമ്മുടെ കുടുംബ ബന്ധം അകന്നു പോകുന്നതിന്റെ അനന്തര ഫലമാണ് എന്ന് ഈ ഘട്ടത്തിൽ ഓർക്കുക. ഒരു അറബി സൗദിയിലോ മറ്റോ കോടതി കൊണ്ട കേസ് കൊടുത്തു. സൗദിയിലെ കോടതി കൊണ്ട് ഒരു അറബി കേസ് കൊടുത്തു. എന്താ കേസ്? ജ്യേഷ്ഠനെതിരെയാ കേസ്. അനിയൻ കൊടുത്ത കേസ് ജ്യേഷ്ഠനെതിരെ. എന്തിനാ കേസ്? എന്റെ ഉമ്മാനെ എനിക്കും കൂടി നോക്കാൻ വിട്ടുതരണമെന്ന്. കാരണം ജ്യേഷ്ഠൻ ഉമ്മാനെ പിടിച്ചു, എനിക്ക് നോക്കണം, ഉമ്മായിലൂടെ എനിക്ക് സ്വർഗം കിട്ടണം, ഉമ്മായിലൂടെ എനിക്ക് സ്വർഗം കിട്ടണം. അതുകൊണ്ട് എനിക്ക് മാത്രം സ്വർഗം മതിയോ? എനിക്ക് ജ്യേഷ്ഠന് മാത്രം സ്വർഗം മതിയോ? എനിക്കും സ്വർഗം കിട്ടണ്ടേ? കോടതി കൊണ്ട് കേസ് കൊടുത്തു. ഉമ്മാനെ നോക്കാൻ എനിക്കും വിട്ടു തരണം ഉമ്മാനെ. ഇന്ന് നമ്മൾ കേസ് കൊടുക്കുന്നതോ? അതാണ് അറബികളുടെ ഗുണം. ഇന്ന് നമ്മൾ കേസ് കൊടുക്കുന്നതോ? ഒരു ഉസ്താദിന്റെ മുമ്പിൽ, ഇവിടെ അല്ലാട്ടോ, ഒരു ഉസ്താദിന്റെ മുമ്പിൽ 3 മക്കളുടെ കേസ് വന്നു. ഉസ്താദ് ഇതിരുന്ന് കേട്ട് 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 ആര് ഉമ്മാനെ നോക്കും എന്നുള്ള കേസാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് മാസത്തിന്റെ 1-ാം തീയതി മുതൽ 10-ാം തീയതി മൂത്തവൻ നോക്കട്ടെ. ഇംഗ്ലീഷ് മാസത്തിന്റെ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ, 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ രണ്ടാമത്തെ മോൻ നോക്കട്ടെ, 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മൂന്നാമത്തെ മോൻ നോക്കട്ടെ. അപ്പൊ 3 പേരും കൂടി ഒറ്റ ചോദ്യം, 31 ദിവസമുള്ള മാസത്തിൽ ആ ഒരു സാരി നോക്കൂ ഉസ്താദേ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത ജുമ്മയ്ക്ക് കേൾക്കാം.